ചിത്രത്തിലാണെങ്കിൽ വിക്രത്തിൻ്റെ കൈകളിൽ മകളെ ഏൽപ്പിക്കുന്ന വേദയെ നമുക്ക് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വേദയും വിക്രവും കണ്ടുമുട്ടുന്ന ഒരു മുഹൂർത്തമാണ്. അതായത് തുടങ്ങുന്നത് തന്നെ വിക്രവും വേദയും വളരെയധികം വേദനകളും യാതനകളും അനുഭവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. വിക്രത്തിനാണെങ്കിൽ തൻ്റെ ഭാര്യയെ കാണാത്തതിൻ്റെ വിഷമം, ജയിലിൽ കിടക്കുന്നതിൻ്റെ വിഷമം, അവൾക്ക് തണലേകാൻ പറ്റാത്തതിൻ്റെ വിഷമം. വേദയ്ക്കാണെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ ഭർത്താവിനെ കാണാത്തതിൻ്റെ വിഷമം. ഈ ഒരു സാഹചര്യത്തിൽ ഭർത്താവ് തൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം, തൻ്റെ ഏട്ടനോടുള്ള പകയായത് മാറുന്നുണ്ട്. എല്ലാത്തിനും കാരണം തൻ്റെ ഏട്ടനാണെന്ന് വേദ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടായേനെ എന്ന് നമ്മുടെ വേദയ്ക്ക് അറിയാട്ടോ. അതുകൊണ്ട് തന്നെയാണ് വേദ ശ്രീകാന്തിനെ പഴിക്കുന്നത് എന്ന് കാണാം. ഒപ്പം സ്വയം വേദനിക്കുന്നുമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെയിരിക്കെ കൂട്ടുകാരിയാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഏത് നേരവും വിക്രത്തെ ആലോചിച്ചിരിക്കാതെ നീ ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ നിൻ്റെ കാര്യം ആകെ തുലാസിലാവും. നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കേണ്ടതുണ്ട് വേദയെ എന്ന് പറയുമ്പോൾ വേദയ്ക്കും അത് ശരിയായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ വേദയാണെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് തുടങ്ങുന്നൊരു കാഴ്ച. അതായത് വേദ തൻ്റെ ഗർഭകാലം അതിൽ തൻ്റെ കുഞ്ഞിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം തന്നെ വിക്രത്തിൻ്റെ ജയിൽ കാലാവധിയൊക്കെ കഴിയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയെ അന്വേഷിച്ച് ഇറങ്ങുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ കൂട്ടുകാരെ കാണാനായിട്ട് സാധിക്കുക. ഒടുവിൽ വേദയെ വിക്രം കണ്ടുമുട്ടുന്നു എന്ന് കാണാൻ കഴിയും, കാണാൻ സാധിക്കും. അങ്ങനെയിരിക്കെ വേദയുടെ കൂടെ ഒരു കുഞ്ഞിനെ കാണുന്നതും വിക്രത്തിന് ഒരുപാട് സംശയം തോന്നുന്നത് കാണാൻ കഴിയും. ഒടുവിലതാ വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ കൈകളിൽ മകളെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിക്രം, നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ മകളാണ്, നമ്മുടെ കുഞ്ഞാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം മകളെ വാരിപ്പുണരുന്ന വിക്രത്തെയും നമുക്ക് കാണാം കൂട്ടുകാരെ, പ്രേക്ഷകർ.